ആക്ഷനൊക്കെ ഉണ്ട് ബ്രോ, പക്ഷേ കഥയോടെ അങ്ങോട്ടൊരു ലോജിക്കില്ല ബ്രോ. ലോജിക്ക് ഒന്നുമില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എസ് സൂര്യ കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊള്ളാം. എസ് സൂര്യ 2 മണിക്കൂറും 52 മിനിറ്റ്. ലാഗ് പാസം ബ്രോ, അതാ പടത്തിന്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട്. ഒരു ക്രിഞ്ച് ടൈം. നാനി എസ് സൂര്യ രണ്ടുപേരും വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. പക്ക കോംബോയും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എൻട്രി ആണെങ്കിൽ BGM ആണെങ്കിലും എല്ലാം പക്കയാണ്, വേറെ കുഴപ്പമോ കാര്യങ്ങളില്ല. ലെങ്ത് മാത്രമേ ചെറിയ വിഷയമായിട്ട് തോന്നിയുള്ളൂ, വേറെ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലെങ്ത് മാറ്റി എത്തി കഴിഞ്ഞാൽ പടം വേറെ ലെവലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടു മറന്ന ഒരു രീതിയാണെങ്കിലും നമുക്ക് വലിയ ബോറടി കാര്യങ്ങളൊന്നുമില്ല. ലെങ്ത് മാത്രം ഒഴിച്ച് നിർത്തിയാൽ ഓക്കെയാണ്. അല്ലല്ല, ദശര പോലെ, ദശരയ്ക്ക് ശേഷം വന്ന വേറൊരു ടൈപ്പ് പടമാണ്. കൊള്ളാം, നല്ല പടമാണ്, വേറെ കുഴപ്പമൊന്നും പക്കയാണ്. കോംബോ എല്ലാം ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. സ്ഥിരമുള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷേ വെറൈറ്റി കാര്യം ഞാൻ പറഞ്ഞില്ല, സാധാരണ ഒരു പടം തന്നെയാണ്. അതിന് വെറൈറ്റി കാര്യങ്ങളായിട്ടൊന്നുമില്ല, പക്ഷേ പടത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ലെങ്ത് നമുക്ക് BGMന്റെ ഇത് വെച്ച് നമുക്ക് ലെങ്ത് അധികം തോന്നത്തൊന്നുമില്ല. കഥ വന്നിട്ട് ഒരു ക്ലീശ സ്റ്റോറി ആയിട്ടാണ് തോന്നിയത്. പക്ഷേ പെർഫോമൻസ് വെച്ച് നോക്കണമെങ്കിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ് സൂര്യ മാനാട് പോലെ അതിനെക്കാട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഒന്നും ഒരു രക്ഷയില്ല. ആ ടൈപ്പ് ആണെങ്കിൽ പോലും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വില്ലൻ ക്യാരക്ടറായിരുന്നു. അതിനൊത്ത് കഥയ്ക്കൊത്ത് നല്ല പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല വറുത്തുള്ള BGM ആയിരുന്നു, കൂടെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെയൊക്കെയാണ് സിനിമ പോകുന്നത്. അപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കും, കാരണം ST സൂര്യ ഉള്ളതുകൊണ്ടും. നാനി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവേ ഒരു ഇഷ്ടമുണ്ടല്ലോ മലയാളികൾക്ക്, കാരണം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഇത് വെച്ചിട്ട് ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രാജമൗലി സംവിധാനം ചെയ്ത തന്നെ ഈഗ സിനിമയിൽ നാനി അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ റെഫറൻസ് വരുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ആ ഒരു എൻ്റയർ സീക്വൻസ് അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങനെയൊക്കെ കൂടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു തലവേദനയായിരുന്നു സിനിമയുടെ അവസാനത്തിയപ്പോഴത്തേക്ക്. ഇത് എങ്ങനെയെങ്കിലും തീർക്ക്. അറ്റ്ലീസ്റ്റ് നമുക്കെന്താ പറയുക, ലോജിക്ക് എന്ന് പറഞ്ഞാൽ, കാരണം ഒരാൾ അടികൊണ്ട് കിടക്കുന്ന, അയാൾ രക്തം വാർന്നൊലിക്കുന്നത്, നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ആ സീനിൽ വന്നിട്ട് മാസും കുറേ സത്യമാണ്. നമ്മൾ തെലുങ്ക് സിനിമകൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് വരും, ഇങ്ങനത്തെ കുറച്ച് അപരാധങ്ങൾ കൊണ്ട് ഇറക്കും. അത് കാണുമ്പോഴത്തേക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മലയാളികൾക്ക് ഒരുപക്ഷെ ഈ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടുമായിരിക്കാം ST സൂര്യ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു മാനസിക ഉല്ലാസത്തിനാണ് സിനിമ കാണാൻ വരുന്നത്, തലവേദന വരുന്നത്. ഒരു രാക്ഷസ കഥ രൂപീകരണമാണ്, പക്ഷേ പുള്ളി അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഓൺ ഡബ്ബിംഗ് ആണ് തെലുങ്കിൽ. നാനിയായിട്ടുള്ള ഒരു സീക്വൻസിലൊക്കെ ഹെവിയാണെന്ന് ചോദിച്ചാൽ ഹെവി ഒന്നുമല്ല, പക്ഷെ നമ്മളറിയാമല്ലോ ടൈലർ മെയ്ഡ് റോൾ. അതായത് സൂര്യയെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോള് സൂര്യയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് നൈസായിട്ട് സൂര്യ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സൂര്യയായിട്ടുള്ള ഒരു സീൻസൊക്കെ കൊള്ളാം. അതായത് തന്നെ ഒരാൾ അടിച്ചു, അത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഒരു സെക്കൻഡ് ഹാഫിൽ അങ്ങനത്തെ ഒരു കുറേ സാധനമൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ബോറൊന്നും അടിച്ചില്ല. ട്രെയിലർ കണ്ട് എന്താണെന്ന് ഞാൻ വിചാരിച്ചോ അത് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. നാനിയുടെ മാസും പിന്നെ SJ സൂര്യയുടെ നമുക്ക് ഒരു കുറേ സിനിമകൾ കണ്ടേനെ. SJ സൂര്യ വില്ലനായിട്ട് വരുമ്പോൾ നമുക്കറിയാം കുറച്ച് സൈക്കോ ഉള്ള ഒരു കഥാപാത്രം. അത് തന്നെയാണ് SJ സൂര്യ ചെയ്തിരിക്കുന്നത്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ഡീസൻ്റ് ഒക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സ്റ്റോറി എന്തുകൊണ്ട് ഈ സരിപ്പോത ശനിവാരം, അതായത് സൂര്യ സാറ്റർഡേ എന്തുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നതെന്ന് പറയാൻ ഒരു കഥയുണ്ട്. അതായത് തൻ്റെ ദേഷ്യം ശനിയാഴ്ച മാത്രം തീർക്കുന്ന നായകൻ. അപ്പോൾ അതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ സിനിമ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കുറച്ച് ഇമോഷനും ഫീൽ ഗുഡ് ആയിട്ടൊക്കെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ മാസൊക്കെ ഉണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചും കൂടെ രസകരമായിട്ട് തോന്നി. ഒരു 6 ചാപ്റ്റർ കൂടിയാണ് ഇതിൻ്റെ ഡയറക്ടർ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡ് ഹാഫിൽ ഈ ഹൈഡ് ആൻഡ് സീക്ക്, ക്രോസ് റോഡ് എന്ന് പറയുന്ന 2 ചാപ്റ്ററുണ്ട്. ഫ്ലാഷ് ബാക്കിലാണ് മൊത്തം കഥ പറഞ്ഞിരിക്കുന്നത്. ക്ലൈമാക്സിലോട്ട് എത്താൻ, അത് തുടക്കം ക്ലൈമാക്സ് കാണിച്ചിട്ട് ക്ലൈമാക്സിലോട്ട് എത്താൻ ഫ്ലാഷ് ബാക്കിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊള്ളാം. വിവേകാത്രയ ഇതിനു മുമ്പ് എടുത്ത സിനിമ എനിക്ക് ഇഷ്ടമായിരുന്നു. അത് കുറച്ച് ഫീൽ ഗുഡ് റൊമാൻസ് പടമായിരുന്നു. ഇത് ആക്ഷൻ പടമാണ്. പിന്നെ ജെയ്ക്സ് ബിജിയുടെ BGM എടുത്ത് പറയണം. ജെയ്ക്സ് ബിജിയുടെ BGM നമ്മൾ അയ്യപ്പനും കോശിയിൽ കേട്ട മറ്റേ കല ആ ഒരു സാധനമൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതും കൽക്കിയിൽ ടോവിനോയ്ക്ക് കൊടുത്ത ഒരു BGM ഉണ്ട്. അതൊക്കെ കൂടെ മിക്സ് ചെയ്താണ് SJ സൂര്യയ്ക്ക് നാനിക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു യൂഷ്വൽ ടിപ്പിക്കൽ തെലുങ്ക് പടമാണ്. പക്ഷേ അവർ ഇതിലൊരു കാര്യം അവർ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റോറിയിൽ നിന്ന് വേറെ ഒന്നും ഡീവിയേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അതായത് നായകന് ഒരു റൊമാൻസ് സോങ്, ഫോറിൻ സോങ് അങ്ങനെയൊന്നുമില്ല. റൊമാൻസ് ഉണ്ട്, ഫസ്റ്റ് ഹാഫിൽ റൊമാൻസ് ഒക്കെ ഉണ്ട്, പ്രിയങ്കി നാനിയായിട്ടൊക്കെ ഉള്ളു. പക്ഷേ അതൊക്കെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാനിയെ പോലെ ഒരാൾക്ക് ഇപ്പം നമുക്കിവിടെ ആൾ കുറവായിരുന്നു സിനിമയാണ്, പക്ഷേ അവരുടെ ഓൺ സ്റ്റേറ്റിൽ ഫാൻസുകാരൂടെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ വിസിൽ വർത്തി മൊമെൻറ്റ്സ് ഒരുപാട് സിനിമയെ നമ്മൾ കണ്ട സാധനം തന്നെ. പക്ഷേ അത് നാനിക്ക് വേണ്ടിയിട്ട് സംവിധായകൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നാനി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നാനി SJ സൂര്യ കോംബോ അതും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. SJ സൂര്യയ്ക്ക് ടൈലർ മെയ്ഡ് റോളാണ്. അതായത് നമുക്കറിയാം ഈ റോൾ SJ സൂര്യയ്ക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. അത് SJ സൂര്യ അത് ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കുറേ സിനിമയിൽ ചെയ്ത ഒരു സൈക്കോ വില്ലൻ കഥാപാത്രം. അതിൻ്റെ വേറൊരു
പോലീസ് റോളാണ്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. എന്ന് പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തു, ബോറൊന്നും അടിച്ചില്ല. ഫസ്റ്റ് ഹാഫിനെക്കാട്ട് സെക്കൻഡ് ഹാഫ് കുറേ കൂടെ നല്ലതായിട്ട് തോന്നി. അത് ഈ ഒരു 2 ചാപ്റ്റർ, ഈ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമുണ്ട്, എസ് ജെ സൂര്യയും നാനിയും കൂടെ. അത് തന്നെ അടിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക, പറയില്ല, വില്ലനും നായകനും കൂടെ, അങ്ങനെ കുറച്ച് സാധനമൊക്കെ നല്ല ക്ലിക്കായി എനിക്ക്. നമ്മൾ ആനിമലിൻ്റെ ഒരു തമിഴ് ടച്ച്, തെലുങ്ക് ടച്ചിൽ തെലുങ്കിൻ്റെ ഒരു സ്റ്റോറി, അല്ലാതെ പക്ഷെ കൊള്ളാം, പക്ഷെ നല്ല രസമുണ്ട്. നല്ല ആക്ഷൻ പടം. ഞാൻ ഒരുപാട് മൾട്ടിലിംഗിൽ കണ്ട് ശീലിച്ചൊരു പ്ലോട്ട് ആയതുകൊണ്ട് എനിക്ക് വലിയ പുതുമ തോന്നുന്നില്ല, പക്ഷേ നല്ലൊരു എൻ്റർടൈനറാണ്. സൂപ്പർ, അത് ആസ് യൂഷ്വൽ സൂപ്പറായിട്ടുണ്ട്. കണ്ടുമടുത്തില്ല, നമ്മളിലേക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഓഡിയൻസ് കണ്ടുമടുത്തൊരു പടമല്ല. ഞാനിങ്ങനത്തെ പ്ലോട്ട് കണ്ടുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അവർക്ക് കണ്ട പടമൊന്നുമല്ല. ലൈക്ക് ആക്ഷൻ സീക്വൻസ് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ SJC സൂപ്പറായിരുന്നു. പിന്നെ സ്റ്റോറി ലൈക്ക് ഇറ്റ്സ് വെരി ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ കൊള്ളാം. ലൈക്ക് വൺ ടൈം വാച്ചബിളായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മലയാളം ബ്രോ, തെലുങ്ക് സൂപ്പർ. മൂവി ഇസ് വെരി ഗുഡ്. BGM അതിർപ്പേന്ന് നാനി ആക്ടിങ് JX Bezoy's music is very good. Yeah, very good. Nani acting is very good. The background score is excellent. Should watch, must watch movie. Very good movie. Super. S.J. Surya as villain is very good. The fight scenes, action scenes are very nice. ഡയറക്ഷനോ പീക്സിലോ ഉണ്ട് 4/5 ആയിട്ട്. പക്ഷേ കുറച്ച് എന്താ പറയുക, ട്രിം ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ കൊള്ളാം, നൈസ് പടം, നല്ല പടം. ലാഗൊന്നുമില്ല, അത്യാവശ്യം ആക്ഷൻ സീൻസൊക്കെ ഉള്ളത് അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു. കൊള്ളാം, അത് ഓരോ ആൾക്കാർക്ക് പേഴ്സണൽ അവരുടെ ഓരോ ഒപ്പീനിയൻസ് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, ഇത് കുഴപ്പം മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് വൈസ് കൊള്ളാം, വില്ലനായിട്ടുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. ഞാനിവിടെ SJ സൂര്യയുടെ അവരുടെ ഫൈറ്റൊക്കെ കണ്ടിരിക്കാൻ രസമുണ്ട്. വലിയ പുതുമയൊന്നുമില്ല, യൂഷ്വൽ ഒരു തെലുങ്ക് പടം ആ ഒരു ലെവലിലായിരുന്നു.